ഇതുപോലെ അടിപൊളിയായിട്ട് അക്വേറിയംസ് സെറ്റ് ചെയ്ത് വെക്കാൻ ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ ഇതിലേക്ക് കടക്കാനായിട്ടുള്ള ഒരു ടൈം നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം എറണാകുളത്ത് പോയപ്പോൾ എന്തായാലും വിചാരിച്ചു സൗത്തിലെ ഈ ഷോപ്പിൽ നിന്ന് എന്ത് വന്നാലും ഇപ്രാവശ്യം ഫിഷ് വാങ്ങിയിട്ട് വീട്ടിലേക്ക് വരുള്ളൂ എന്ന്. അങ്ങനെ ഫിഷൊക്കെ വാങ്ങി നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു. പിന്നെ ഇവിടെ ഫിഷ് മാത്രമല്ല കേട്ടോ, ഒരു അക്വേറിയം സെറ്റപ്പ് ചെയ്യാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കിട്ടും. ഫിഷ് ടാങ്ക് അടക്കം നമുക്ക് വാട്ടർ ഫിൽറ്റേഴ്സും പിന്നെ അത് കൂടാതെ അക്വാട്ടിക് പ്ലാന്റ്സും സ്റ്റോൺസും പിന്നെ ട്രീ ബ്രാഞ്ചസും ഒക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടും. പല പല വെറൈറ്റീസും ഉണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങാം. നമ്മൾ ഇപ്രാവശ്യം വാങ്ങിയത് ഗപ്പീസിനെ ആയിരുന്നു. അതുകൂടാതെ ഓൾറെഡി നമ്മുടെ ടാങ്കിൽ കിടന്നിട്ടുണ്ടായിരുന്ന കുറച്ച് വിഡോസും പിന്നെ അത് കൂടാതെ കുറച്ച് ഏഞ്ചൽസും ഒക്കെ ഉണ്ടായിരുന്നു. ടൈഗർ ഫിഷിനെ കഴിഞ്ഞ പ്രാവശ്യം കിച്ചുകൊണ്ടെന്ന് ഇട്ട് കഴിഞ്ഞപ്പോൾ അത് അത്യാവശ്യം അറ്റാക്കിംഗ് മൈൻഡാണെന്ന് തന്നെ വിചാരിച്ചത്. എന്തോന്നും അറിയത്തില്ല, വലിയ കാര്യമായിട്ട് നമ്മുടെ ഗപ്പീസിനെ ഒന്നും അത് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. പിന്നെ ഗപ്പീസിനെ കൂടാതെ നമ്മൾ നിയോൺ ടെട്രേനെയും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നിയോൺ ടെട്ര കൂട്ടത്തോടെ നടക്കുന്നത് കാണാനും നല്ല രസമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗപ്പീസും അത്യാവശ്യം നമ്മൾ കുറച്ച് നേരം ടാങ്കിൻ്റെ മുകളിൽ ഇങ്ങനെ ഫിഷിനെ വെക്കാറുണ്ട്. ആ ടെമ്പറേച്ചറും പിന്നെ ആ വെള്ളമൊക്കെ കൂടെ ആയിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ടാങ്ക് ഫുള്ളായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അടുത്തൊരു വീഡിയോ ഇതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇടുന്നതായിരിക്കും. സോ കമൻറ്റ് ബിലോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മുടെ മീൻകുട്ടികളെല്ലാവരും ഫിഷ് ടാങ്കൊക്കെ ഇഷ്ടപ്പെട്ടൊക്കെ വരുന്നു. അപ്പോൾ ബൈ ബൈ.